മമ്മൂട്ടി കമ്പനി ആദ്യമായി നിർമ്മിക്കുന്ന ഹ്രസ്വ ചിത്രത്തിന്റെ പ്രത്യേക പ്രദർശനം കൊച്ചിയിൽ നടന്നു. രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഹ്രസ്വ ചിത്രം ആരു എന്ന ചിത്രമാണ് മമ്മൂട്ടി ഉൾപ്പെടെയുള്ള വിശിഷ്ടാതികൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചത്. യൂട്യൂബിലൂടെ റിലീസ് ചെയ്യുന്ന ചിത്രം വിവിധ ചലച്ചിത്രമേളകളിലും പ്രദർശിപ്പിക്കും. രഞ്ജിത്ത് സംവിധാനം ചെയ്ത രണ്ടാമത്തെ ഹ്രസ്വ ചിത്രം കൂടിയാണ് ആരോ. ശ്യാമപ്രസാദ്, മഞ്ജു വാര്യർ, ആസീസ് നെടുമങ്ങാട് എന്നിവർ കഥാപാത്രങ്ങളായി എത്തുന്ന 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഹ്രസ്വ ചിത്രം. മമ്മൂട്ടിയാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാവ്. ചിത്രത്തിൻ്റെ കഥ മമ്മൂട്ടിയുമായി പങ്കുവച്ചപ്പോൾ താൻ നിർമ്മിക്കാമെന്ന് അദ്ദേഹം അറിയിക്കുകയായിരുന്നുവെന്ന് സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞു. ഞാനിങ്ങനെ ആലോചന നടന്നുകൊണ്ടിരിക്കെ തന്നെ മമ്മൂട്ടിയായിട്ടുള്ള യാദൃശ്യമായ സംഭാഷണത്തിൽ എന്താണ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്നുള്ളത് പറഞ്ഞപ്പോൾ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കാം എന്നത്. ഇനി അത് മമ്മൂക്കയുടെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യും. ഒരു തിയേറ്റർ റിലീസ് ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. ആദ്യമായി ഹ്രസ്വചിത്രത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം നടി മഞ്ജു വാര്യർ പങ്കുവച്ചു. എൻ്റെ സിനിമകളുടെ കാര്യം എടുക്കുമ്പോൾ എപ്പോഴും എടുത്തു പറയുന്ന കഥാപാത്രങ്ങളിൽ കുറച്ച് എനിക്ക് എഴുതി തന്നത് രഞ്ജിയേട്ടനാണ്. അപ്പോൾ രഞ്ജിയേട്ടൻ ഇങ്ങനൊരു ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം പറഞ്ഞ് മറ്റൊന്നും എനിക്ക് ആലോചിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. മമ്മൂക്കയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറെന്നും കൂടി അറിഞ്ഞപ്പോൾ പിന്നെ ആരെങ്കിലും രണ്ടാമതൊന്നും ചിന്തിക്കുക പോലും ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പോൾ അതിലൊരു ഭാഗമാവാൻ സാധിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. കാക്കനാട്ട് സ്റ്റുഡിയോയിൽ നടന്ന പ്രത്യേക പ്രദർശനം കാണാൻ മമ്മൂട്ടി, സംവിധായകൻ ജോഷി, നടൻ ലാൽ, അമൽ നീരദ് തുടങ്ങി സിനിമാ രംഗത്തു നിന്നും നിരവധി പേരെത്തി. ചിത്രത്തിൻ്റെ കഥയും സംഭാഷണവും VR സുധീഷിൻ്റേതാണ്. ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. യൂട്യൂബിലൂടെ റിലീസ് ചെയ്യുന്ന ചിത്രം വിവിധ ചലച്ചിത്രമേളകളിലും പ്രദർശിപ്പിക്കും. കൈരളി ന്യൂസ്, കൊച്ചി.